ഇപ്പോഴത്തെ എഴുത്തുകാരനായ ടി.പി. രാജുവിൻ്റെ 1-ാം ചരമവാർഷികം പേരാമ്പ്ര ആഘോഷിക്കുവാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ ആദ്യമായി പറയുകയാണ്. അതായത് ഇദ്ദേഹം ഒരു വയനാട്ടിലേക്ക് വാഹനം കടത്തിവിടാൻ നിർത്തിവെച്ചിരുന്നു. കാരണം വയനാട്ടിൽ നിന്നും മൈസൂർ കർണാടകത്തിലേക്ക് മറ്റേ വാഹനം കടത്തിവിടുന്ന മൃഗങ്ങളുടെ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. നിർത്തിയൊക്കെ ഒരു ഓർഡർ ഇട്ടിരുന്നു കർണാടക ഗവൺമെൻറ്. അപ്പോൾ അതിന് എതിരായിട്ട് കേരളത്തിൽ പല ആൾക്കാരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഇംഗ്ലീഷ് വീക്കിലിയിൽ ടി.പി. രാജീവൻ അതിനനുകൂലമായിട്ട്, അതായത് വാഹനം നിരോധിക്കുന്നതിന് അനുകൂലമായിട്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ അത് കോഴിക്കോടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തന സിവിക് ചന്ദ്രൻ കാണുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു ആ ലേഖനം ഒന്ന് പാഠഭേദത്തിൽ പരിഭാഷപ്പെടുത്തിയിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ലേഖനം മലയാളത്തിൽ പാഠഭേദത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ട് അങ്ങനെ അതിൻ്റെ പേരിൽ ഞാനും രാജീവിനായിട്ട് കുറച്ച് ചെറിയ അടുപ്പമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലെ വായനയെന്നാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് കൂടുതൽ അടുത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പലരും എനിക്ക് സിനിമ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഈ KTL കോട്ടൂർ എഴുത്തും ജീവിതം എന്നുള്ള ബുക്കേ അത് വായിച്ച സമയത്ത് വല്ലാത്ത ഒരു ഇതായിട്ടുള്ള ഒരു എഴുത്തുകാരനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് സംബന്ധമായിട്ട് അയാൾ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആവിഷ്കരിക്കുന്ന ഒരിതാണ്. അപ്പോൾ അതിൽ ഇയാൾ ആദ്യകാലത്ത് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് ഇയാളുണ്ടല്ലോ നമ്മുടെ കൃഷ്ണപിള്ള, AKG എന്നിവരുടെയൊക്കെ ആശയങ്ങളോടൊക്കെ ആഭിമുഖ്യം താല്പര്യമൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അയാളൊരു ബുദ്ധിജീവി ചിന്തകരൊക്കെ ആയ നിലയ്ക്ക് എപ്പോഴും ഈ പാർട്ടി ക്ലാസ്സുകളിൽ ഈ മാർക്സും ലെനിൻസൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് സ്വാഭാവിക ശക്തിയുണ്ട്. മാർക്സും ലെനിൻസും മാത്രം പഠിച്ചാൽ മതിയോ? നമ്മുടെ നാട്ടിൽ മറ്റുള്ള ആശയങ്ങളൊക്കെ അല്ലേ അത് ഉൾക്കൊള്ളണ്ടേ എന്ന് സ്വയം സംശയം തോന്നുകയും അങ്ങനെ അങ്ങനത്തെയുള്ള സംശയങ്ങൾ ഇയാൾ കൂടി വരിക ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കൂടി വന്ന സമയത്ത് ഇയാൾ ചില സംശയം ചോദിച്ചു ക്ലിയറായി ഉത്തരം കിട്ടത്തില്ല. മാത്രമല്ല പല കാര്യങ്ങളും എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് കാര്യത്തിനാണ് ചെയ്യുന്നത് എന്നും അയാൾക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. പാർട്ടി വരെ പരിപാടിയും പറയും, ചിലർ നടപ്പാക്കും. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണ് അന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണ്. അങ്ങനെ ഇയാൾ ഒരിക്കൽ ചില കാര്യങ്ങൾ ഇയാളെപ്പറ്റി ഒരു സംശയദൃഷ്ടിയോടെ മറ്റുള്ള ആൾക്കാർ നോക്കി ഒരു ദിവസം ഇയാൾ പറഞ്ഞു, പാർട്ടി പരിപാടി പറഞ്ഞു, അതായത് ഞങ്ങളെ പറഞ്ഞ് ഈ ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നത് മാത്രം ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പുറത്ത് പോയിക്കെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവിടെ നിന്നും അദ്ദേഹം അങ്ങനെ പുറത്തു പോയി. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ വന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തും ഈ പാർട്ടിക്കാർ കംപ്ലീറ്റ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഏറായി നിലപാട് സ്വീകരിച്ചപ്പോൾ അതും അദ്ദേഹത്തിന് അന്നൊക്കെ അയാൾ വളരെയേറെ ടാലൻ്റായി ഒരു മൂലയ്ക്കായിപ്പോയി. ഒന്നും സംസാരിക്കാൻ പറ്റത്തെ. അങ്ങനെ അങ്ങ് തുടർന്ന് പോവുകയാണ്. അങ്ങനെ തുടർന്ന് പോയിട്ട് അവസാനം സ്വാതന്ത്ര്യ സമരം കിട്ടുന്ന ദിവസം വരികയാണ്. അപ്പം ഇദ്ദേഹം മെറീന ബീച്ചിൽ വെച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഘോഷയാത്രകൾ നടന്നുകൊണ്ടിരിക്കെ ഇദ്ദേഹം ഒരു ഏകദേശം ഒരു മാനസികമായ സമനിലയേറ്റ മാതിരി ആ ബീച്ചിൽ കൂടെ അലിയാണ്. ബീച്ചിൽ കൂടെ അലിയാണ്. അങ്ങനെ ആൾക്കാർക്ക് ഇയാളെ പൈത്തക്കാരൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണ് ആ നോവൽ അവസാനിക്കുന്നത്. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ ഈ എന്താ വെച്ചാൽ ഒരു കാര്യം ചെയ്യുക, വേറെ കാര്യം പുറത്തേക്ക് പറയുക, ഇങ്ങനെ ഇത്തരത്തിലുള്ള ആശയ കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പോൾ ഇന്നും കേരളത്തിലിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഈ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്തരത്തിലുള്ള മനസ്സാക്ഷിക്കൊക്കാത്ത അല്ലെങ്കിൽ സത്യമല്ലാത്ത അസത്യം ചെയ്യുന്നത്. അതിപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ അടുത്ത് കിടന്ന് നമ്മളെ കണ്ണൂർ സംഭവത്തിലൊക്കെ അത് അത്യാവശ്യം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ യുവാക്കൾക്കൊക്കെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിൻ്റെ നോവൽ ഉപകരിക്കും. സത്യസന്ധമായിട്ട് ഉള്ള രാഷ്ട്രീയം, സത്യസന്ധമുള്ള രാഷ്ട്രീയം, ഗാന്ധിയൊക്കെ അതാണല്ലോ സത്യം നിലക്കൊണ്ട്. അതുപോലെ ഒരു രാഷ്ട്രീയം വീണ്ടും കേരളത്തിൽ വരികയാണെങ്കിൽ നല്ലതാണ്. വരുമെന്ന് പറയാൻ പറ്റില്ല. അതിന് കൂടി പ്രചോദനം നൽകുന്ന ഒരു പുസ്തകമാണത് KTL കോട്ടൂർ എഴുത്തും ജീവിതവും എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പല പരിപാടികൾ നടന്നിട്ടുണ്ടോ. അതിൽ ഒരു ആദ്യത്തെ ദിവസം തന്നെ ഒരു തമിഴ്നാട്ടുകാരനെ ഒരു സാഹിത്യകാരെ വരച്ചിട്ട് പുസ്തകം നടത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല നടത്തിയിട്ടുണ്ട്. പിന്നെ വേറെ ഇപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ TP ചന്ദ്രശേഖരൻ ഇയാളെപ്പറ്റി രാജുവിനെ പറയുമ്പോൾ അദ്ദേഹം ഒരു അയ്യപ്പണിക്കർ ഒരു ആരാധകനാണ്. അപ്പോൾ അയ്യപ്പണിക്കർ ആരാധകർ എനിക്കായിട്ട് അയ്യപ്പണിക്കർ ഫൗണ്ടേഷൻ സ്ഥാപനമുണ്ട്, ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു കോർഡിനേറ്ററാണ്. അപ്പോൾ അങ്ങനെ ഒന്നും പരിപാടി നടത്തിയിട്ടുണ്ട്, 2 പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ കരുണ എന്ന ഹാളിൽ വെച്ചിട്ട് ഒരു മറ്റേ അയ്യപ്പണിക്കർ കവിത ക്യാമ്പ് നടത്തി, കുട്ടികളുടെ കവിത ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ MM ബഷീർ എന്ന് പറഞ്ഞ ആൾ സാറ് വരികയും ചെയ്യും. അതിൽ പ്രസംഗിക്കാൻ കൽപ്പറ്റ നാടൊക്കെ പ്രസംഗിച്ചിരുന്നു. പക്ഷേ MM ബഷീർ അങ്ങനെ MM ബഷീർ പരിചയം കൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ദയാപുരം സ്കൂളിൽ ഒരു വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മളെ അത് വീഡിയോ എടുത്തോട്ട് ചോദിച്ചപ്പോൾ നമുക്ക് അനുകൂലം എല്ലാത്തും കൊണ്ട് കിട്ടി. അപ്പം അത് ഈ ബഷീറിൻ്റെ കാര്യങ്ങൾ, ബഷീർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞാൽ
ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ജനങ്ങൾക്കും ജനങ്ങളും മൃഗജന്തുക്കളൊക്കെ യോജിച്ച് പോകണം എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂഫി പാരമ്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വേറെ കാണാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് മറ്റുള്ള ആരും കാണാൻ പാടില്ല, എന്താ മനസ്സിലാകുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംശയം ഉണ്ടാക്കി നമ്മളെ നാട്ടിലെ കാര്യങ്ങളെ പറ്റിയിട്ട്. അത് മാത്രം അതിലേക്ക് ഒരു മനപ്രയാസം ഉണ്ടായിട്ട് ഞാൻ ഈ ബഷീറിൻ്റെ മകളുണ്ടല്ലോ ഷഹീനോട് പറഞ്ഞു. അപ്പോൾ ഓരറിഞ്ഞു ഓരൊക്കെ എങ്ങനെയാണെന്ന്. ഓരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഇയാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതുണ്ട്, അതായത് പറഞ്ഞ വലിയൊരു ഇതുണ്ടല്ലോ, പ്രധാനപ്പെട്ട വാചകമുണ്ടല്ലോ, അതിൽ ആദ്യത്തെ രണ്ട് ഈ വാക്കുകൾ ഒക്കെയാണ് അവർക്ക് പറ്റുക എന്ന് പറഞ്ഞു. എന്താ ഞാൻ പറയുന്നില്ല, അത് ബഷീർ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പിന്നെ ഞാൻ അന്നത്തെ പരിപാടിയിലെ പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇതിലിടുകയാണ്. വീടേ ഖബറേ നിങ്ങൾ തമ്മിൽ എന്ത്? ഒരു കഴഞ്ചു വ്യതിരിക്തതയുടെ കമ്പിവേലിക്കപ്പുറം ഇപ്പുറം മുറിഞ്ഞു രണ്ടായ മണ്ണിരയെ വാഗ്ദത്ത ഭൂമിയുടെ വരാന്തയിൽ കീഴ്മേൽ നിർത്തി ദൈവം ശിക്ഷിച്ചതാണോ? പാടുമോ പൂങ്കുയിലേ വീണ്ടുമാവസന്തഗാനം വാടി ചില്ലയിലും തേനിറയ്ക്കും നിന്നീളം. പാടുമോ പൂങ്കുയിലേ വീണ്ടുമാവസന്തഗാനം. കണ്ണീ